റിവ്യൂ കണ്ടിട്ടില്ല. സിനിമ ഇനി തിരക്കൊഴിയുന്ന സമയത്ത് എന്ത് തോന്നുന്നു? പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സിനിമ കാണുക. ലൈക്ക് ഐ സെഡ്, ഈ സിനിമയെ പറ്റി തന്നെ നെക്സ്റ്റ് ഒരു 1 വീക്കിൽ പല അപ്ഡേറ്റ്സും തരുന്നതായിരിക്കും. സംതിങ്സ് യു മൈറ്റ് ഹാവ് എക്സ്പെക്ടഡ്, സംതിങ്സ് യു മൈറ്റ് നോട്ട് ഹാവ് എക്സ്പെക്ടഡ്. പക്ഷേ ഈ ഇരിക്കുന്ന വേർഷൻ സിനിമ ആയിട്ട് പോയി കാണുക. ഐ ക്യാൻ ഗ്യാരണ്ടി യു വോണ്ട് ഗെറ്റ് ബോർഡ്. നിങ്ങൾ നിങ്ങളുടെ കാശ് ചെലവാക്കി പോയത് എന്തിനായിരുന്നു എന്നുള്ളൊരു തോട്ട് ഇതിൽ എന്തായാലും വരത്തില്ല. കാര്യം എൻ്റെ സ്വന്തം ഒരു സിനിമയ്ക്ക് എനിക്കത് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഒരു പ്രേക്ഷകൻ അങ്ങനെ ഒരു തോട്ട് വരുന്നതിൽ എനിക്ക് ഐ ഡോണ്ട് തിങ്ക് ദെയർസ് ആൻ ഇഷ്യൂ വിത്ത് ദാറ്റ്. ബട്ട് ഫോർ ദിസ് വൺ, ദിസ് വിൽ ബി വർത്ത് യുവർ ടൈം. അതിപ്പോ ആരായാലും ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ 2ാമത്തെ സിനിമയിൽ 3ാമത്തെ സിനിമയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ സിനിമ കൂടുമ്പോഴും വർക്ക് കൂടുമ്പോഴും ഞാനായതല്ല, ആരായാലും അങ്ങനെ ആവത്തുള്ളൂ. അങ്ങനെ എല്ലാവർക്കും അവസരം കിട്ടണം. അതേപോലെ എനിക്കും അവസരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നേ ഉള്ളൂ. നത്തിങ് എൽസ്. അഭിനയം കൊണ്ട് മാത്രമല്ല, ഇതിനെ പറയാൻ ഒരുപാടുണ്ട്. എൻ്റെ സ്വന്തം അഭിനയത്തിനെ എനിക്ക് കുറ്റപ്പെടുത്താൻ ഒരുപാടുണ്ട്. അത് ഒരുപാട് ഉണ്ടായിട്ടും ഒരുപാട് ആൾക്കാർ അതിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളാണ്, പൊളിറ്റിക്സും അങ്ങനത്തെ റിലേറ്റഡ് കാര്യങ്ങളിൽ കുറ്റം പറയുമ്പോൾ എൻ്റെ അഭിനയത്തിനെ കുറച്ചുകൂടെ കുറ്റം പറയാം. ഐ വോണ്ട് ലേൺ ഗെറ്റ് ബെറ്റർ, റൈറ്റ്? എനിക്ക് ഭേദമാവാനുള്ളതാണ്. എനിക്കാവണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് വേണമെന്ന് അങ്ങോട്ട് ചോദിച്ചിട്ടുള്ള ഒരാളാണ്. ആ ഹെൽപ്പ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുള്ളൂ. പേഴ്സണൽ അറ്റാക്സ് നടത്തുക ഇതിലൂടെ കിട്ടട്ടെ, അത്രേ ഉള്ളൂ. പിന്നെ അത് ഒരു ഡേവിഡ് ടോണിനെ നിങ്ങൾക്ക് കിട്ടി, ഒരു പുതിയൊരു ആക്ടറിനെ മലയാളത്തിന് കിട്ടിയിരിക്കുകയാണ്. അത് എനിക്ക് അതിനെപ്പറ്റി ഊഹിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. വന്നേക്കാം, വരാതിരിക്കാം. നമ്മളൊരിക്കലും വരുമെന്ന് പ്രതീക്ഷിക്കത്തില്ലല്ലോ. അല്ലെങ്കിൽ വരുമെന്ന് നമുക്കൊരു ഹോപ്പ്, നമ്മുടെ ഹോപ്പ് എന്തുവാ, പോസിറ്റീവായിട്ട് ആൾക്കാർ ഇത് എടുക്കുമെന്നല്ലേ. അങ്ങനെ ഒരു പോസിറ്റീവ് എൻവയോൺമെന്റ് ഉണ്ടാവുമെന്ന് ഒരു പ്രതീക്ഷ അല്ലാതെ വേറൊന്നും ഇല്ല. പ്രേക്ഷകർ സിനിമ കാണട്ടെ, കണ്ട് അതേപോലെ ആത്മാർത്ഥമായ അഭിപ്രായം അറിയിക്കട്ടെ. ജസ്റ്റ് ഈ സിനിമ കാണാൻ വരുമ്പോൾ ഈ ഒരു പൊളിറ്റിക്കൽ എൻവയോൺമെന്റും എല്ലാം കൂടെ ചേർത്ത് പറയുന്നത്, ഇത് എൻ്റെ ഒരു സിനിമയായിട്ട് കാണാൻ വരുന്നത്, ഇത് ഡയറക്ടറിന്റെ സിനിമയായിട്ടൊന്ന് കാണാൻ വരും. എന്നിട്ട് അതിൽ എന്നെ വിലയിരുത്താനോ ആരെ വേണമെങ്കിലും വിലയിരുത്തിക്കാം. പക്ഷേ ആക്ഷൻ പ്രതീക്ഷിക്കുക. ആക്ഷൻ ത്രില്ലറാണ്. അങ്ങനെയൊന്നുമില്ല ചേട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡയറക്ടറിന് എന്നെ കണ്ട് എന്തെങ്കിലും തോന്നി അതേപോലത്തെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഏതൊരു ക്യാരക്ടറും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ അതിനുള്ള ഒരു എക്സ്പീരിയൻസും എനിക്ക് വേണം. അത് സിനിമകൾ ചെയ്താലേ വരത്തുള്ളൂ. അതല്ലാതെ ഡയറക്ടേഴ്സിനും കൂടെ ഞാൻ മാത്രമല്ലല്ലോ തീരുമാനിക്കുന്നത്. ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഇതേപോലെ ഇന്നെനിക്ക് സുജിത്തേട്ടനും അനിലേട്ടനും സാമിലേട്ടനും സിനിമ ഇറങ്ങുന്ന സമയത്ത് ഗോപാലൻ സാറാണെങ്കിലും കൃഷ്ണമൂർത്തി ചേട്ടനാണെങ്കിലും ഡ്രീം ബിഗ് സുജിത്തേട്ടനാണെങ്കിലും ഇവരെല്ലാവരും എനിക്ക് തന്ന അവസരം പോലെ ഒരവസരം കൂടി ഇനി അടുത്ത് കിട്ടുമ്പോഴേ എനിക്ക് അടുത്തൊരു ഗ്രോത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി ആവത്തുള്ളൂ. ഞാനത് നെക്സ്റ്റ് ഈ സിനിമയുടെ റിലേറ്റഡ് ആയിട്ടൊരു കാര്യമുണ്ട്. ഞാൻ ഒരു 1 വീക്കിനുള്ളിൽ എല്ലാം പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും. സുരേഷ് ചേട്ടൻ ഒരു കാലത്ത് ചെയ്തിരുന്ന പോലെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകളാണോ മാധവും ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചത്? ചേട്ടനെ ചോദിച്ചാൽ അത് തന്നെ. അങ്ങനെ ഒരു കാര്യത്തിലല്ല. അപ്പോൾ ചെയ്താൽ കൊള്ളാവുന്നുണ്ട് പല പല ടൈപ്പ് റോൾസ്. പക്ഷെ അതിനും ഞാൻ ഒരു ആക്ടർ എന്നുള്ള നിലയിൽ വളരണ്ടേ. അതായത് ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് എത്തുമ്പോഴല്ലേ നിങ്ങൾ സിനിമകൾ കൊണ്ട് ഇഷ്ടപ്പെടത്തുള്ളൂ. എല്ലാ സിനിമകളും ഇപ്പോൾ ഒരു ആക്ഷൻ സിനിമയിൽ എൻ്റെ ബോഡി ലാംഗ്വേജ് ആയിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എൻ്റെ അഭിനയത്തിനെക്കാട്ടിലും അഭിനയം ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല, പക്ഷെ അതിനെക്കാട്ടിലും ബോഡി ലാംഗ്വേജും മൂവ്മെന്റ് സ്റ്റൺസ് ഒക്കെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പം ഇതേപോലെ ഒരു സിനിമയിൽ ഐ ഡോണ്ട് ഹാവ് ടു ബി ദ പെർഫെക്റ്റ് ആക്ടർ, നീദർ വിൽ ഐ എവർ ബി എ പെർഫെക്റ്റ് ആക്ടർ. പക്ഷെ ഒരു ബെറ്റർ ഒരു കോമഡി അല്ലെങ്കിൽ ഒരു ഇമോഷണൽ റോൾ ചെയ്യാൻ അഭിനയിക്കാൻ കുറച്ചും കൂടെ അറിയണം. അത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. എനിക്ക് ആ പഠിക്കാനുള്ള സമയത്തിനും സ്പേസിനും വേണ്ടി മാത്രമേ ഞാൻ ആരുടെ ചോദിച്ചിട്ടുള്ളൂ. തരാൻ പറ്റുമെങ്കിൽ തരുവേ. ഇല്ല ചേട്ടൻ വൈകുന്നേരം കാണും. പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതിന്റെ പുറകെ ആയിട്ട് എനിക്ക് ആക്ച്വലി വീട്ടുകാരായിട്ട് ഒരു നേരം സംസാരിക്കാൻ പറ്റിയില്ല. വല സിനിമയുടെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? വല സിനിമയുടെ നിലവിലുള്ള അപ്ഡേഷൻ എന്താണ്? അത് ചേട്ടനോടല്ലേ ചോദിക്കണ്ട. വല സിനിമയിൽ ഭാഗമാണല്ലോ. സുരേഷ് ഗോപി ആള് മാറിപ്പോയി. ചേട്ടനോടല്ലേ ചോദിക്കണം. ചേട്ടൻ വലിയ ലീഡാണ്. അല്ല, അന്ന് പ്രൊമോയില് മാധവ് വന്നിട്ടുണ്ടായിരുന്നു. He's the right person to answer questions regarding വല. So നിലവിൽ ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ അതിൽ ഭാഗമാണ്. നിലവിലത്തെ നിലവിൽ പാലക്കാട് ഷൂട്ടൊക്കെ ചേട്ടന്റെ പോർഷൻസ് ആയിരുന്നു. മാധവ് ജോയിൻ ചെയ്തിട്ടില്ല നിലവിൽ. മാധവ് ജോയിൻ ചെയ്തിട്ടില്ല നിലവിൽ. അങ്ങോട്ട് താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്നതിന് ഒരുപാട് നന്ദി.